ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. കുറേ നാളുകളായി നമ്മൾ PSCയിൽ സാമൂഹ്യ ശാസ്ത്രത്തെ പറ്റി മാത്രമാണ് പഠിക്കുന്നത് അല്ലേ. ഇന്ന് നമുക്ക് സയൻസ് വിഭാഗം നോക്കാം. അതിൽ ജീവശാസ്ത്രമാണ് ആദ്യം നോക്കുന്നത്, ബയോളജി. അതിനകത്ത് ജീവിതശൈലി രോഗങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ നമ്മൾ പറയും. ഇന്നത്തെ നമ്മുടെ ലോകത്തത് കോമൺ ആണ് അല്ലേ. കുറേ രോഗങ്ങളുണ്ട്, അതിന് പ്രതിവിധികളുണ്ട്, പ്രതിവിധി ഇല്ലാത്ത രോഗങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്, അങ്ങനെ ഓരോന്നായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിൽ ആദ്യത്തേത് പഠിക്കാൻ പോകുന്നത് പ്രമേഹത്തെ പറ്റിയാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? പ്രമേഹത്തെ പറ്റി. ഇന്നത്തെ ഈ ഒരു ക്ലാസ് പ്രമേഹത്തെ പറ്റി മാത്രമായിരിക്കും. ഡയബറ്റസ്, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അപ്പം പ്രമേഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വരുന്നത്? ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവ് മൂലമുണ്ടാകുന്നൊരു അസുഖമാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുണ്ടായിട്ടും അത് ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ടും അത് ശരീരത്തിന് നേരാവണ്ണം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. അതെന്താണ്? ശിശുദിനം എന്ന നവംബർ 14. അതുപോലെ തന്നെ ശിശുക്കളുമായി കണക്ട് ചെയ്തും പ്രമേഹം വരാറുണ്ട്. അത് ഓർത്ത് വെച്ചാൽ നവംബർ 14 ലോക പ്രമേഹ ദിനം എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തത് പ്രമേഹത്തിന്റെ സാർവത്രിക ചിഹ്നം. ഒരു ചിഹ്നമുണ്ട്, എന്താണത്? നീലവൃത്തമാണ്. നീലവൃത്തം, ബ്ലൂ സർക്കിൾ. ഇനി ഒരു ഡെഫിനിഷനൂടെ ഉണ്ട് പ്രമേഹത്തിന്. ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥ. അപ്പം ഇത് കോശങ്ങളുടെ ഫംഗ്ഷനാണ്, സെല്ലിന്റെ ഫംഗ്ഷനാണ് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുക എന്നുള്ളത്. പക്ഷെ കോശങ്ങൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ക്രമാതീതമായി ശരീരത്തിൽ എന്തിന്റെ അളവ് വർദ്ധിക്കും? പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും. അതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്, അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ. ഈ പാൻക്രിയാസ് ഗ്രന്ഥി 2 ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇൻസുലിൻ മാത്രമല്ല, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളാണ് ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഒന്ന് ആൽഫ കോശങ്ങളും മറ്റേത് ബീറ്റ കോശങ്ങളും. അതിനകത്ത് ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. അപ്പം നമുക്ക് അത് ആൽഫ ഗ്ലൂക്കഗോൺ എന്ന് കണക്ട് ചെയ്യണം. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിനുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മാറിപ്പോകരുത്. അപ്പം എങ്ങനെ കണക്ട് ചെയ്യണം? ആൽഫ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട് ഓർക്കുക. എന്നിട്ട് ആൽഫയ്ക്ക് എന്തിഷ്ടമാണ്? ഗ്ലൂക്കോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർക്കുക. അപ്പൊ ആൽഫ ഗ്ലൂക്കഗോൺ കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് ബീറ്റ കോശങ്ങൾ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ തന്നെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ. മനസ്സിലായല്ലോ? ഇൻസുലിൻ. അതിന് വേണമെങ്കിൽ ചെറിയൊരു കോഡ് പറഞ്ഞാൽ, പക്ഷെ അത് അത്രയൊരു ഇതല്ല, ചിലപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഐലറ്റ്സിലെ പാറ്റയ്ക്ക് ഇൻസുലിൻ കൊടുക്കണമെന്ന് ഓർത്തിരിക്കാം. പാറ്റ, ബീറ്റ എന്നുള്ളത് പാറ്റ എന്ന് ഓർത്ത് വെച്ചിട്ട് അതിന് ഇൻസുലിൻ കൊടുക്കണമെന്ന് ഓർത്ത് വെച്ചാലും നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ആദ്യത്തേതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ആൽഫയ്ക്ക് ഗ്ലൂക്കോസ് ഇഷ്ടമാണെന്ന് ഓർത്താൽ ആൽഫ സെൽസ് എന്താണ് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ എന്ന് കിട്ടും. അടുത്തത് ഞാൻ പറഞ്ഞത് ഐലറ്റ്സിലെ പാറ്റയ്ക്ക് ഇൻസുലിൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഐലറ്റ്സിലെ പാറ്റയ്ക്ക് ഇൻസുലിൻ കൊടുക്കണം. പാറ്റ എന്നുള്ളത് ബീറ്റ എന്ന് ഓർക്കുക. ഇനി
ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ. 2 പേരാണ് ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ, ബാൻഡിങ്ങും ബെസ്റ്റും. ആരാണ്? ബാൻഡിങ്ങും ബെസ്റ്റും. ഇത് അതിന്റെ ഇയറൂടെ ഓർത്ത് വെക്കുക, 1921. എന്താണ്? 1921. അപ്പോഴേ ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞരുടെ പേര് ബാൻഡിങ്ങും ബെസ്റ്റും. വർഷം 1921. ഈ ബാൻഡിങ് ബെസ്റ്റ് രണ്ടും ബായിലാണ് തുടങ്ങുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അളവുകളെ പറ്റിയാണ്. എന്താ? അളവുകൾ. നമുക്ക് ആഹാരത്തിന് മുമ്പുള്ള പ്രമേഹത്തിന്റെ സാധാരണ അളവ്. നമ്മൾ ഫാസ്റ്റിംഗ് നോക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ആഹാരം കഴിക്കാതെ നമ്മൾ പോയി ഷുഗർ നോക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അതിന്റെ അളവ് എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്. 70 to 100 mg/dl ആണ് എന്ത്? രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ്. അതായത് ആഹാരത്തിന് മുമ്പുള്ള പ്രമേഹത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 70 to 100 mg/dl. ആഹാരത്തിന് ശേഷം എത്ര വരെ ആകാം? 140 വരെ ആകാം. അളവ് ചോദിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യം പറഞ്ഞതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ആഹാരത്തിന് മുമ്പുള്ള ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ് 70 to 100 mg/dl എന്ന് ഓർത്തിരിക്കുക. ഇനി പഠിക്കാൻ പോകുന്നത്, ഈ പ്രമേഹം 2 തരത്തിലുണ്ട്. ഒന്ന് ടൈപ്പ് 1 പ്രമേഹവും ഒന്ന് ടൈപ്പ് 2 പ്രമേഹവും. ടൈപ്പ് 1 പ്രമേഹം കുട്ടികളിൽ കാണപ്പെടുന്നു. ടൈപ്പ് 2 പ്രമേഹം മുതിർന്നവരിൽ കാണപ്പെടുന്നു. നമുക്ക് ടൈപ്പ് 1 പ്രമേഹത്തെ പറ്റി പഠിക്കാം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ഇത്. അപ്പം ശരീരത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനേ കഴിയുന്നില്ല. ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും ജുവനൈൽ ഡയബറ്റസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ഈ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ ജനിച്ച കുട്ടികൾക്കൊക്കെ എന്താണ്? ജനിച്ച ആ കുട്ടികൾക്ക്, നവജാത ശിശുക്കൾക്കൊക്കെ എന്താണ്? ഡയബറ്റസ് ഉണ്ടാകാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയുന്നില്ല. ശരീരത്തിന് ആ ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനൊരു ട്രീറ്റ്മെന്റ് എന്താണ്? നമുക്ക് പുറമെ ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ അതെന്ത് ട്രീറ്റ്മെന്റ് ആണ്? ഇൻസുലിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഇനി ടൈപ്പ് 2 ഡയബറ്റസ്. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിന്റെ വകഭേദമാണ് ഇത്. ടൈപ്പ് 2 ഡയബറ്റസ് ഉണ്ടാകുന്നത് ഒരു പ്രായത്തിന് ശേഷമാണ്. അപ്പം അവർക്ക് ജീവിതശൈലി രോഗമായിട്ട് വരാം. കൃത്യമായ വ്യായാമക്കുറവ്, ഡയറ്റ് ഇല്ലാതെ, എക്സർസൈസ് ഇല്ലാതെയൊക്കെ ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്ന ഇതാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. കൃത്യമായ വ്യായാമത്തിലൂടെയും കൃത്യമായ ഡയറ്റ് നോക്കുന്നതിലൂടെയൊക്കെ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ടൈപ്പ് 2 പ്രമേഹത്തെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. ഇതെന്താണ് ഇങ്ങനെ അറിയപ്പെടാൻ കാരണം? അതായത് ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഈ തെറ്റായ ജീവിതശൈലി മൂലം ഇത് ശരിയായിട്ട് ആഗിരണം ചെയ്യാൻ ശരീരത്തിന് സാധിക്കുന്നില്ല. അതാണ് ടൈപ്പ് 2 പ്രമേഹം. എന്നാൽ ടൈപ്പ് 1 പ്രമേഹത്തില് കുട്ടികൾക്ക് ഇൻസുലിൻ എന്ന ഹോർമോണെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. നമുക്ക് നല്ല ഇതിനെപ്പറ്റി വേണം. ഒരു തവണ ചോദിച്ചതാണ്, ഡയബറ്റിക് പേഷ്യൻസിന് വീട്ടിലിരുന്ന് ഷുഗർ നോക്കാൻ പറ്റുന്ന ഉപകരണത്തിന്റെ പേര് എന്താണത്? ഗ്ലൂക്കോമീറ്റർ. എന്താണ്? ഗ്ലൂക്കോമീറ്റർ. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. നമ്മൾ ഇതിനെപ്പറ്റി നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. ഇനി 2-3 അസുഖങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഡയബറ്റിസ് മൂലം ഉണ്ടാകുന്ന വേറെ അസുഖങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ഗ്ലൈക്കോസൂറിയ. എന്താണ്? ഗ്ലൈക്കോസൂറിയ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമാവുകയും വൃക്കകൾക്ക് അരിച്ചു മാറ്റാനാകാതെയും വരുമ്പോൾ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഗ്ലൈക്കോസൂറിയ. അപ്പം നമ്മുടെ കരളാണ് ഇതെല്ലാം അരിച്ചു കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പൊ കരളിനും പറ്റാത്ത അവസ്ഥയ്ക്കും കടന്ന് ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. സൂറിയ യൂറിൻ എന്ന് കണക്ട് ചെയ്താൽ, യൂറിൻ എന്ന് കണക്ട് ചെയ്താൽ ഗ്ലൈക്കോസൂറിയ യൂറിനിൽ കൂടി പോകുന്നു എന്ന് കണക്ട് ചെയ്താൽ ആ വാക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും.
അടുത്തത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. എന്താണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് അഥവാ DKA എന്ന് പറയും. DKA ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ലഭ്യമല്ലാതാകുമ്പോൾ ശരീരം കീറ്റോണുകൾ ഉണ്ടാക്കും. എന്തുണ്ടാക്കും? കീറ്റോണുകൾ ഉണ്ടാക്കും. എന്താണ്? ആവശ്യമായ ഇൻസുലിൻ ലഭ്യമല്ലാതെ വരുമ്പോൾ. അങ്ങനെ രക്തത്തിന്റെ രാസസന്തുലന അവസ്ഥയെ അത് ബാധിക്കും. കീറ്റോണിന്റെ അമിതമായ അളവ് ജീവന് തന്നെ ഹാനികരമാകുന്ന അവസ്ഥയാണ് DKA അഥവാ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അപ്പം ഈ കീറ്റോണുകൾ അമിതമായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DKA അഥവാ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ അപ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് കൂടും. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ ആപത്തിലേക്കാകുന്ന ആ അവസ്ഥയ്ക്കാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ന്യൂറോപ്പതി. അടുത്തതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. പ്രമേഹം മൂലം നാഡികൾക്കുണ്ടാകുന്ന തകരാറ്, നെർവ്സിനുണ്ടാകുന്ന തകരാറ്, അതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. അത് എളുപ്പമാണ് ഓർത്തു വെക്കാൻ. ന്യൂറോപ്പതി, നെർവ്സ് കണക്ട് ചെയ്യുക. അടുത്തത് ഡയബറ്റിക് മാക്കുലാർ എഡിമ. എന്താണ് ഡയബറ്റിക് മാക്കുലാർ എഡിമ? പ്രമേഹം കാരണം കണ്ണിലെ മാക്കുലാർ ഭാഗത്ത് ദ്രവം അടിഞ്ഞുകൂടുന്ന അവസ്ഥ. മാക്കുലാർ ഭാഗം എന്ന് പറയുമ്പം എവിടെയാണ്? അതായത് സെന്റർ ഓഫ് ദ റെറ്റിന. കണ്ണിനകത്തെ റെറ്റിനയുടെ സെന്ററാണ് മാക്കുലാർ ഭാഗം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തടിഞ്ഞുകൂടുന്നതാണ് പറയുന്നത്? ഒരു സൈസ് ദ്രവം, ലിക്വിഡ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. അതിനാണ് നമ്മൾ ഡയബറ്റിക് മാക്കുലാർ എഡിമ എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെയുണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി. എന്താണ്? മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഡയബറ്റസ് ഉള്ളവർക്കെല്ലാം കോമൺ ആയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ, കുറേ നാൾ ഈ ഡയബറ്റസ് ആയി കഴിയുമ്പം, വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു അസുഖം ഉണ്ടാകും. അതെന്താണ്? കണ്ണിലെ രക്തക്കുഴലുകൾക്ക് കോട്ടം സംഭവിക്കും, കണ്ണിൽ ഷുഗർ ബാധിക്കും. ആ കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന്. പ്രമേഹം എന്ന രോഗത്തെപ്പറ്റി മാത്രമേ ഇന്ന് പറഞ്ഞുള്ളൂ. പ്രമേഹം എന്ന രോഗത്തെപ്പറ്റി PSC ഒരുപാട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ഈ നമ്മുടെ കാലത്ത് ഷുഗർ ഇല്ലാത്തവരൊക്കെ വളരെ കുറവാണല്ലേ. എല്ലാവർക്കും ഷുഗറും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കൂടുതലാണ്. നമ്മൾ വെറും ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്നതിനപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് PSC ഓറിയന്റഡ് ആയിട്ടും നിങ്ങൾക്ക് എടുക്കാം, അല്ലാതെയും നിങ്ങൾക്കിത് കേൾക്കുന്നതും അറിയുന്നതും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രമേഹത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് വീഡിയോ കാണുക, നോട്ട്സ് കൃത്യമായി എഴുതിയെടുക്കുക, പോസ് ചെയ്ത് എഴുതിയെടുക്കുക, പഠിക്കുക. ഈ ഞാൻ പറഞ്ഞ ഡിസീസസും അതിന് മുമ്പ് പറഞ്ഞ അളവും കാര്യങ്ങളും എല്ലാം എന്താണ്? PYQ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ അറിവോടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.